Hello students, welcome to history class. Today we discuss about the Mughal rule. അതായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഗൾ ഭരണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഗൾ റൂളിനെ എസ്റ്റാബ്ലിഷ് ആയതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞ് ബാബറായിരുന്നു മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ഓർഡറാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയെന്നുള്ളത് പ്രധാന മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. The Mughal rule established by Babur was later extended. മുഗൾ റൂള് അല്ലെങ്കിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആയിരുന്നു. പിന്നീട് അതെന്ത് ചെയ്തു? വ്യാപിച്ചു. അക്ബർ played an important role in the expansions of the Mughal empire. അതായത് മറ്റൊരു പ്രധാന ഭരണാധികാരിയായിരുന്ന അക്ബർ എന്ത് ചെയ്തു? മുഗൾ ഭരണം വ്യാപിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ചക്രവർത്തിയായിരുന്നു. ആര്? നമ്മുടെ അക്ബർ. അക്ബർ വാസ് ദ പ്രൊമിനന്റ് റൂളർ ഓഫ് മുഗൾ എംപയർ. ഹി ഫോംഡ് എ ഹ്യൂജ് ആർമി ആൻഡ് സ്ട്രോങ് ആർമി. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഹ്യൂജ് അല്ലെങ്കിൽ ഒരു വലിയ സൈന്യത്തെ തന്നെ എന്ത് ചെയ്തു? രൂപീകരിച്ചു. അതെന്തായിരുന്നു? നല്ല ശക്തമായ ഒരു സൈന്യമായിരുന്നു. ടു മെയിൻറ്റെയിൻ ഇറ്റ് ഹി അഡോപ്റ്റ് എ സ്പെഷ്യൽ സിസ്റ്റം നോൺ ആസ് മാൻസബ്ദാരി. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ഒരു പുതിയ തരത്തിലുള്ള ഒരു രീതി തന്നെ മാൻസബ്ദാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ സൈന്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിച്ച് പോരാൻ വേണ്ടിയിട്ട്. അണ്ടർ ദിസ് സിസ്റ്റം എവരി ഓഫീസർ വാസ് ലൈബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായിരുന്നു? ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്, ഒരു നിശ്ചിത എണ്ണം സൈന്യത്തിനെ അവർ ആ ഉദ്യോഗസ്ഥരുടെ കീഴിൽ നിലനിർത്തിയിരുന്നു. അതായത് അക്ബർ അഡോപ്റ്റ് ചെയ്ത സ്പെഷ്യൽ സിസ്റ്റമാണ് എന്ത്? മാൻസബ്ദാരി എന്ന് അറിയപ്പെടുന്നത്. അതിന് എന്തെഴുതിയിരുന്നു? ആ സിസ്റ്റത്തിന് കീഴിൽ എവരി ഓഫീസർ വാസ് ലൈബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു, നിലനിർത്തി പോരണമായിരുന്നു. രാജ്മാൻ സിംഗ്, രാജ് ടോഡർമാൽ, ബീർബൽ, രാജ് ജയ്സിംഗ് were the prominent Rajputs who held important office during the Mughal period. അതായത് രാജ്മാൻ സിംഗ്, രാജ ടോഡർമാൽ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയവരൊക്കെ എന്തായിരുന്നു? ഇവരൊക്കെ രാജ്പുത്ത് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു. ഇവർക്കൊക്കെ മുഗൾ പീരീഡിൽ എന്തുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ പ്രധാന പദവികൾ അല്ലെങ്കിൽ മെയിൻ ഓഫീസേഴ്സ് ആയിരുന്ന ആളുകളാണ് ആരൊക്കെ? ബീർബൽ ആയാലും രാജമാൻ സിംഗ് ആയാലും രാജജയ് സിംഗ് ആയാലൊക്കെ ഇവരൊക്കെ പ്രധാന പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. ഇനി അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളൊന്ന് നോക്കി. കാബൂൾ, കാശ്മീർ, മുൾട്ടാൻ, ഡൽഹി, ഗുജറാത്ത്, ഗണ്ഡേഷ്, ബീഹാർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഏകദേശം ഒരുപാട് പ്രദേശങ്ങൾ എന്ത് ചെയ്തു? അക്ബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? പിടിച്ചെടുത്ത് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചിരുന്നു. The Mughal Empire expanded the most during the reigns of ഔറംഗസേബ്. എന്നാൽ അക്ബറിന്റെ കാലഘട്ടത്തിനേക്കാൾ കൂടുതലായിട്ട് എന്തായിരുന്നു? ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? ഈ മുഗൾ ഭരണം കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തത്. അത് എന്ത് ചെയ്തു? ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഏകദേശം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ കണ്ടോ? ആ ചിത്രം നോക്കി. ആ വെള്ള നിറത്തിൽ കാണുന്ന പ്രദേശങ്ങളൊക്കെ ആരുടെ കീഴിലായിരുന്നു? ഔറംഗസേബ്. നമ്മളെ ഇന്നത്തെ കേരളത്തിൻ്റെ, തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒഴികെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇന്ത്യൻ ആരുടെ കീഴിലായിരുന്നു? ഔറംഗസേബിൻ്റെ കീഴിലായിരുന്നു.
He ruled for 50 years. Though the empire began to decline after Aurangzeb, it lasted until 1857. അതായത് ഔറംഗസേബ് എന്ത് ചെയ്തു, 50 years, ഏകദേശം 50 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു, ഭരണം നടത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഏകദേശം 1857 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, മുഗൾ ഭരണം എന്ത് ചെയ്തു, അസ്തമിച്ചു അല്ലെങ്കിൽ ഇല്ലാതെയായി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുഗൾ ഭരണത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആരാ സ്ഥാപിച്ച് ആ ഓർഡർ, അക്ബർ സ്വീകരിച്ച നടപടി, പിന്നെ ഔറംഗസേബിൻ്റെ കാലത്തുണ്ടായിരുന്ന സാമ്രാജ്യം, അവസാനം മുഗൾ ഭരണം തകർന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് സെൻറ്റേഴ്സ് ഓഫ് പവർ ഇൻ സൗത്തേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന അധികാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ദക്ഷിണേന്ത്യ, അതായത് നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യയിലുണ്ടായിരുന്ന ചില അധികാര കേന്ദ്ര അല്ലെ ഭരണകൂടങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. We have discussed the growth of Delhi as a seat of power in medieval India. The other important kingdoms that prevailed in southern and western India during the periods are given below. അതായത് നമ്മൾ പറഞ്ഞ അതന്നെ, എന്താണ് ഡൽഹി എങ്ങനെയാണ് അധികാര കേന്ദ്രമായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവിടെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ അല്ലെങ്കിൽ സുൽത്താൻമാരെയൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് കിങ്ഡംസിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതേതൊക്കെയാണ്? ചോള, വിജയനഗര, ബാമിനി, മറാത്ത. അതിൽ ചോള, വിജയനഗര, ബാമിനി ഏത് കിങ്ഡമായിരുന്നു? സൗത്തേൺ ഇന്ത്യയുടെ ഭാഗങ്ങളായിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. അതായത് ദക്ഷിണ ഇന്ത്യയുടെ ഭാഗങ്ങളായിട്ടുള്ള പ്രദേശമായിരുന്നു എന്ത്? ചോള, വിജയനഗര, ബാമിനി തുടങ്ങിയ കിങ്ഡങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ. മറാത്ത എന്ന് പറയുന്നത് ഏതായിരുന്നു? വെസ്റ്റേൺ ഇന്ത്യയുടെ അല്ലെങ്കിൽ പശ്ചിമ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് എന്ത്? മറാത്ത കിങ്ഡം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു ചോള കിങ്ഡം. ദ ചോള ഡൈനസ്റ്റി ബിക്കെയിം പവർഫുൾ ബൈ CE 9th century. CE 9ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ചോള കിങ്ഡം എന്ത് ചെയ്യുന്നത്? പവർഫുൾ, ശക്തി പ്രാപിക്കുന്നത്. രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള വേർ ദ പ്രൊമിനൻറ്റ് ചോള റൂളേഴ്സ്. രണ്ട് പ്രധാന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു ചോള കിങ്ഡത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമതെന്ന് പറയുന്ന ആരായിരുന്നു? രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള. ദേ വേർ ദ പ്രൊമിനൻറ്റ് ചോള റൂളേഴ്സ്. ദ ചോള ഹാഡ് എ പവർഫുൾ നേവി. ഇവർക്ക് എന്തുണ്ടായിരുന്നു? ശക്തമായൊരു നാവിക സൈന്യം ഉണ്ടായിരുന്നു, നേവി ഉണ്ടായിരുന്നു. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ചോളാസ് വാസ് എക്സ്റ്റെൻഡഡ് ഇവൻ ടു കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ദ ഇന്തോനേഷ്യൻ ഐസ്ലാൻഡ്. അതായത് ഇവരുടെ സാമ്രാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്തിരുന്നു? ഇവർ മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയൊക്കെ പ്രദേശങ്ങൾ എന്ത് ചെയ്തിരുന്നു? കീഴടക്കിയിരുന്നു. അതായത് ഇവർ ഈ ശക്തമായ നാവികസേന ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയൊക്കെ പ്രദേശങ്ങൾ കീഴടക്കി തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. ആ മാപ്പ് നോക്കി കണ്ട, ചോള കിങ്ഡത്തിൻ്റെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ നീല നിറത്തിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് വിജയനഗര കിങ്ഡമാണ്. വിജയനഗര കിങ്ഡം എന്ന് പറഞ്ഞാൽ ചെറിയതായിരുന്നു. അതായത് വിജയനഗര കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ CE 14th century. അതായത് 14ാം നൂറ്റാണ്ടിൽ ഹരിഹര ആൻഡ് ബുക്ക സ്ഥാപിച്ച സാമ്രാജ്യമായിരുന്നു. ഹരിഹര എന്നും ബുക്ക എന്നും പറഞ്ഞ രണ്ട് രാജാക്കന്മാർ സ്ഥാപിച്ച കിങ്ഡമാണ് എന്ത്? വിജയനഗര കിങ്ഡം.